സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി, അപ്പോൾ നമ്മൾ ക്വാളിറ്റി കൺട്രോളിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഓൾറെഡി. ഇനിയിപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് നോക്കാം. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ, പ്രസൻറ്റ് കണ്ടീഷനിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു കൊറോണ വൈറസിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ ഈ സമയത്ത് തന്നെ നമുക്ക് അറിയാം, ഇവിടെ നമ്മൾ മെയിൻലി ഉപയോഗിച്ചൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പം മെഡിക്കൽ ടെക്നിക്സ് അല്ലെങ്കിൽ മെഡിക്കൽ ടെക്നിക്സിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത് സ്റ്റാറ്റിസ്റ്റിക്സിനെയാണ്. അതായത് ഈ ആഴ്ച ഇത്ര സ്പ്രെഡ് ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച ഇന്ന മാതിരിയായിരിക്കും അതിൻ്റെ എണ്ണം വരിക, അല്ലെങ്കിൽ ഇനി കമ്മ്യൂണിറ്റി സ്പ്രെഡ് വഴി ഇത്ര വരും എന്നൊക്കെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രോബബിലിറ്റി വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്തത്. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ നമ്മളത് ചെയ്തു. അത് പ്രകാരം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ എഫക്റ്റീവായിട്ട് ഇതുവരെ കൺട്രോൾ ചെയ്ത് പോകാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ മെയിൻലി പല കാര്യത്തിലും, ഇപ്പം ഇതിന് മാത്രമല്ല, അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ കേസിലും ഇതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ പ്രോബബിലിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൺട്രോളിങ് നടത്തുക. അപ്പോൾ ആ ടൈപ്പ് ഒരു ക്വാളിറ്റി കൺട്രോൾ, അതിനാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുക. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, ഇറ്റ് യൂസസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് സച്ച് ആസ് കൺട്രോൾ ചാർട്ട്, ചെക്ക് ഷീറ്റ്സ്, സാമ്പിളിംഗ്. ഇപ്പോൾ ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് കൺട്രോൾ ചാർട്ട്, ചെക്ക് ഷീറ്റ്, സാമ്പിളിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക. ഇനി ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമിൻ ദ ക്വാളിറ്റി ആസ് പെർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ക്വാളിറ്റി സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പ്രകാരമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ ഇറ്റ് ഈസ് യൂസ് ടു കൺട്രോൾ ദ ക്വാളിറ്റി ഓർ ടു സോൾവ് ക്വാളിറ്റി കൺട്രോൾ പ്രോബ്ലംസ്. ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നു. അതേപോലെ ഇറ്റ് മേക്സ് ദ ഇൻസ്പെക്ഷൻ മോർ റിലയബിൾ. ഇതൊക്കെയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൽ വരിക. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ മെയിൻലി 3 കാറ്റഗറീസിലാണുള്ളത്: ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ, അതേപോലെ അക്സെപ്റ്റൻസ് സാമ്പിളിംഗ്. ഇപ്പോൾ ഇതിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ് ഇതിൻ്റെ മെയിനായിട്ട് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സെൻട്രൽ ടെൻഡൻസി, മീൻ, അതുപോലെ വേരിയബിലിറ്റി വരുന്നതാണ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ മെഷർ ചെയ്യുക, അതിനെയാണ് ആ സ്റ്റാറ്റിസ്റ്റിക്സ്, അതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ അതിൽ വരുന്നതാണ് ഇൻവോൾവ്സ് ദ ഇൻസ്പെക്ടിങ് എ റാൻഡം സാമ്പിൾ ഓഫ് ആൻ ഔട്ട്പുട്ട് ഫ്രം എ പ്രോസസ് ആൻഡ് ഡിസൈഡിങ് വെദർ ദ പ്രോസസ് ഈസ് പ്രൊഡ്യൂസിങ് പ്രോഡക്ട്സ് വിത്തിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഫാൾ വിത്തിൻ എ പ്രീ ഡിറ്റർമിൻഡ് റേഞ്ച്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റാൻഡമായിട്ടൊരു സാമ്പിൾ എടുക്കുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ട ഒരു ലിമിറ്റ് ഉണ്ടാവും, ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും സ്റ്റാൻഡേർഡ്. അപ്പോൾ ആ പർട്ടിക്കുലർ ലിമിറ്റിൽ തന്നെയാണോ നിൽക്കുന്നതെന്നുള്ളത് അനലൈസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ. അപ്പോൾ അതിൽ കുറേ ടൂൾസ് വരുന്നുണ്ടാവും, പ്രോസസ് ചാർട്ട്സ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്, ടൂൾസ് ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുക. ഇനി ലാസ്റ്റ് അക്സെപ്റ്റൻസ് സാമ്പിളിംഗ്. അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ഇൻസ്പെക്ഷൻ ആണ്, വെദർ ദ ഗുഡ്സ് ആർ അക്സെപ്റ്റബിൾ ഓർ നോട്ട്, അതായത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്യുന്നുണ്ടാവും ഒരു പർട്ടിക്കുലർ വാല്യൂ, ഈ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് വേണ്ട, റിജക്റ്റ് ചെയ്യാം. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. ഇപ്പോൾ എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജസ്? അപ്പോൾ അത് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് നോട്ട് കോസ്റ്റ്ലി അല്ല. അതേപോലെ ഹെൽപ്സ് ടു പ്രസൻറ്റ് ആൻഡ് കമ്പയർ ദ ഡേറ്റ കളക്റ്റഡ്. ഇപ്പോൾ നമുക്ക് ഡേറ്റാസ്, പല ടൈപ്പ് ഡേറ്റാസ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും അതേപോലെ തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും.
ഇനി നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ പ്രെഡിക്റ്റിംഗ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ഓർ എ റിസൾട്ട്. ഇപ്പോൾ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി, എത്രത്തോളം പ്രോബബിലിറ്റി, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫെയിലിയർ, ഇപ്പോൾ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നശിച്ചു പോകാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ഒക്കെ ഉള്ള പ്രോബബിലിറ്റി, എത്ര പ്രോബബിലിറ്റി ഉണ്ട്, പെർസെൻറ്റേജ് പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അതേപോലെ ഏത് രീതിയിലായിരിക്കാം, എപ്പോഴായിരിക്കാം ഫെയിലിയർ വരിക, ഇതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ കഴിയും. ഇനി ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. പല വേരിയേഷൻസ്, പല വേരിയബിൾസ് ഉണ്ടാവും ക്വാളിറ്റിയിൽ വരുന്നത്. അപ്പോൾ അതിനെയൊക്കെ തമ്മിൽ അതിനൊരു റിലേഷൻഷിപ്പ് നമുക്ക് ഇതുവഴി ഡെവലപ്പ് ചെയ്യാം. പിന്നെ ഇറ്റ് ഈസ് എ മെയിൻലി എസെൻഷ്യൽ ടൂൾ ഫോർ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്സ്. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള മെയിൻ ടൂൾ തന്നെയാണ് ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. പിന്നെ അത് ഓരോന്ന് നമ്മൾ പറഞ്ഞു, 3 ഉണ്ട്: ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, അക്സെപ്റ്റൻസ് സാമ്പിളിംഗ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഓരോന്ന് നോക്കാം ജസ്റ്റ് എന്തൊക്കെയാണ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു. ഹെൽപ്ഫുൾ ഇൻ ഡിസ്ക്രൈബിംഗ് ദ certain characteristics of a product and a process. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് അല്ലെ പ്രോസസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. മെയിനായിട്ട് വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് സെൻട്രൽ ടെൻഡൻസി സച്ച് ആസ് മീൻ, പിന്നെ പറയുന്നത് എന്താണ്, വേരിയബിലിറ്റീസ് സച്ച് ആസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഞ്ച്. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോളിൽ വരുന്ന കാര്യങ്ങൾ നോക്കാം. എ ടൂൾ ഫോർ പ്രോസസ് ഓഫ് മോണിറ്ററിങ് ആൻഡ് മെഷറിങ് വേരിയബിലിറ്റി ഇൻ ദ പെർഫോമൻസ് ഓഫ് എ പ്രോസസ് ബൈ ദ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് സച്ച് ആസ് കൺട്രോൾ ചാർട്ട്. മെയിൻലി കൺട്രോൾ ചാർട്ട് പല ടൈപ്പ് ഉണ്ട്. ആട്രിബ്യൂട്ട് കൺട്രോൾ ചാർട്ട്, അതേപോലെ വേരിയബിൾ കൺട്രോൾ ചാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചാർട്ടുണ്ട്. ആർ ചാർട്ട്, സിഗ്മ ചാർട്ട്, എക്സ് ചാർട്ട്, പി ചാർട്ട്, സി ചാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ചാർട്ട്സ് വരുന്നുണ്ട്. ഈ ടൈപ്പ് ചാർട്ട്സ് ഉപയോഗിച്ച് നമ്മൾ കൺട്രോളിങ് ചെയ്യുന്നുണ്ട്. ഇനി ഇറ്റ് ഈസ് എംപ്ലോയ്ഡ് ടു മാനേജ് ദ ഇൻ പ്രോസസ് ക്വാളിറ്റി എന്താ പറയുക, മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിൻലി ഇത് ഉപയോഗിക്കുക. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൂൾ എന്ന് പറയുന്നത് എന്താണ്, കൺട്രോൾ ചാർട്ടാണ്. ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണ്, ഇൻവോൾവ്സ് ദ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡാറ്റ റിലേറ്റഡ് ടു എ പ്രോസസ്. മെയിനായിട്ട് ആദ്യം ചെയ്യുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഇതിനകത്ത് വേണ്ട ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. ദെൻ ഈ കളക്ട് ചെയ്ത ഡാറ്റ ഈസ് കളക്റ്റഡ് ടു ഡിറ്റർമിൻ ഹൗ ഓഫൺ ദ ടോളറൻസ് ലിമിറ്റ്സ് ആർ എക്സീഡഡ് ഡ്യൂറിങ് ദ മാനുഫാക്ചറിങ് ഓർ ടു ഡിറ്റർമിൻ ദ ഇൻസിഡൻസ് ഓഫ് ഡിഫക്റ്റീവ് പാർട്സ് ഇൻ ദ ലോഡ്സ് റിസീവ്ഡ്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റാസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇത്ര ടോളറൻസ് പറയുന്നുണ്ട്. അപ്പോൾ ആ ടോളറൻസിനെ എക്സീഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അതായത് ഇപ്പോൾ ഒരു ഷാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ഷാഫ്റ്റ് നമുക്ക് 50 mm ഷാഫ്റ്റാണ് വേണ്ടത്. അതൊരു 50.1 ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 49.9 ആയാലും കുഴപ്പമില്ല. 49.9 താഴോട്ട് വരാനും പാടില്ല, അതേപോലെ 50.1 മുകളിലേക്ക് വരാനും പാടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതാണ് നമ്മളൊരു ടോളറൻസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ. ആ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഡാറ്റാസ് ഇപ്പോൾ കുറച്ച് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി ആഫ്റ്റർ കളക്ടിങ് ദ ഡാറ്റ ഫോർ മീനിങ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ദ ഡാറ്റ ആർ ടു ബി സമ്മറൈസ്ഡ് മെത്തേഡിക്കലി. എന്നിട്ട് നമുക്ക് ഈ കിട്ടിയ ഡാറ്റേനെ നമ്മൾ വെറുതെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ അതിനെ ഒരു മീനിങ് അനാലിസിസ് നടത്തും. പല ടൈപ്പിൽ അനാലിസിസ് നടത്തിയിട്ട് അതിന് ഇൻ്റർപ്രിറ്റേഷനും അനാലിസിസും നടത്തിയിട്ട് വെക്കുന്നു. അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോളിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഫസ്റ്റ്, കളക്ടിങ് ദ ഡാറ്റ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാറ്റാസ്, പല ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഓരോ ഡാറ്റാസ് ഉണ്ടാവും, അതെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നു. ദെൻ ഫൈൻഡിങ് ദ റൂട്ട് കോസസ് ഓഫ് ദ പ്രോബ്ലം. എന്താണ് അതിൻ്റെ മെയിൻ കോസ്. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫെയിലിയർ വരാനുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് കോസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ്, പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ടെൻഡൻസി. ഇനി ഫ്യൂച്ചറിൽ എപ്പോഴൊക്കെ ഇതേപോലെ വരാം അതൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മാനേജിങ് വേരിയബിലിറ്റി ഇൻ എ പ്രോസസ്.
പ്രോസസ്സിനകത്ത് ഇതേപോലെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ. നെക്സ്റ്റ്, പ്രിവെൻറ്റിങ് ഡിഫക്ട്സ് ആൻഡ് ടു പെർസ്യൂ നെവർ എൻഡിങ് ഇമ്പ്രൂവ്മെൻറ്റ്സ്. ഇനി പ്രിവെൻറ്റിങ് ദ ഡിഫക്ട്സിനെ പ്രിവെൻറ്റ് ചെയ്യുക, മാക്സിമം ഡിഫക്ട്സിനെ പ്രിവെൻറ്റ് ചെയ്യുക, അതേപോലെ ഇമ്പ്രൂവ് ചെയ്യുക. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോൾ. ഇനി ഈ കൺട്രോൾ ചാർട്ട്സ് നമ്മൾ പറഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ് കൺട്രോളിൽ മെയിൻ ടൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ ചാർട്ടാണ്. അപ്പോൾ ഈ കൺട്രോൾ ചാർട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജസ്, കുറച്ച് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കൺട്രോൾ ചാർട്ട് ഹെൽപ്സ് ടു ഇൻഡിക്കേറ്റ് വെദർ ദ പ്രോസസ് ഈസ് ഇൻ കൺട്രോൾ ഓർ നോട്ട്. കൺട്രോൾ ആണോ, നമുക്ക് വിത്തിൻ ദ കൺട്രോളിങ് ലിമിറ്റ്സ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഫിഗർ അല്ല ഒരു ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഗ്രാഫിനകത്ത് ഒരു സെൻട്രൽ ലൈൻ ഉണ്ടാവും, അതാണ് നമ്മുടെ സെൻട്രൽ നോമിനൽ വാല്യൂ. അപ്പോൾ അതിൻ്റെ മുകളിലും താഴെയായിട്ട് 2 ലൈൻസ് ഉണ്ടാവും, അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. ഇതിൻ്റെ ഇടയ്ക്കാണ് ഗ്രാഫ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം എന്താണ്? വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. ഇതിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ബിയോണ്ട് ദ ലിമിറ്റ് ആണ്. അപ്പോൾ അവിടെ അത് ക്രോസ് ചെയ്ത് പോയി നമുക്ക് പറയാം. ഇനി കൺട്രോൾ ചാർട്ട്സ് ഹെൽപ്സ് ടു ഡിറ്റക്ട് അൺയൂഷ്വൽ വേരിയേഷൻസ്. അപ്പോൾ ഈ കൺട്രോൾ ചാർട്ടിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ടോളറൻസ് ലിമിറ്റിൻ്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇത് വേരിയേഷൻ ഉണ്ടായി, അൺയൂഷ്വൽ വേരിയേഷൻ. പെട്ടെന്ന് ചിലപ്പം കുതിച്ച് കയറുന്നുണ്ടാവും, മുകളിലോട്ട് പോകുന്നുണ്ടാവും, താഴോട്ടൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ അപ്പോൾ നമുക്ക് ഈ മറ്റെന്താ പറയുക, ECG ഒക്കെ എടുക്കുന്ന പോലെ പെട്ടെന്നുള്ള വേരിയേഷനൊക്കെ ആ ഒരു ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതേപോലെ ഇപ്പോൾ എന്തോ ഒരു സംഭവം ഇൻസിഡൻ്റ് ഉണ്ടായി, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടൈമിലെ ഗ്രാഫ് ഇങ്ങനെയാണ്, അപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ എന്തോ സംഭവിച്ചു, അല്ലെങ്കിൽ ഇന്നത് സംഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു വേരിയേഷൻ വന്നത്, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇറ്റ് ഹെൽപ്സ് ടു സെറ്റ് ടോളറൻസ് ലിമിറ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടോളറൻസ് ലിമിറ്റ് ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ എണ്ണം ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ് വരുന്നത്, അതിനനുസരിച്ച് ഇനി നമുക്ക് വേണമെങ്കിൽ പുതിയ ടോളറൻസ് ലിമിറ്റ് സെറ്റ് ചെയ്യാം. ഇനി ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ റിജക്ഷൻസ്. ഇപ്പോൾ ഈ ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി എങ്ങനെ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റിജക്റ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ അക്സെപ്റ്റൻസ്. ഇപ്പോൾ കസ്റ്റമറിന് വേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ളതായിരിക്കും വേണ്ടത്. ആ റേഞ്ച് ക്രോസ് ചെയ്ത സാധനമാണെങ്കിൽ കസ്റ്റമറിന് ആവശ്യം വരില്ല, അപ്പോൾ അത് റിജക്റ്റ് ആയി പോകും. അപ്പോൾ ഇത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി പിന്നീട് എന്താണ് ഈ റിജക്ഷൻസിൻ്റെ വാല്യൂ കുറയ്ക്കാം. ഇനി യൂസ് ടു ഡിറ്റർമിൻ വെദർ എ ഗിവൺ പ്രോസസ് ക്യാൻ മീറ്റ് ദ സ്പെസിഫിക്കേഷൻ വിത്തൗട്ട് എ ഫണ്ടമെൻ്റൽ ചേഞ്ച് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സ് മാറ്റാതെ തന്നെ എന്താണ് നമ്മുടെ സ്പെസിഫിക്കേഷനെ മീറ്റ് ചെയ്യാൻ കഴിയുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഓഫ് കൺട്രോൾ ചാർട്ട്സ്. ഇനി പറഞ്ഞു കൺട്രോൾ ചാർട്ട്സ് മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ട്, വേരിയബിൾ ചാർട്ടും ഉണ്ട്, ആട്രിബ്യൂട്ട് ചാർട്ടും ഉണ്ട്. അപ്പോൾ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് ഹൈറ്റ്, വെയ്റ്റ്, വോളിയം, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാം. ഇത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇത്ര കിലോഗ്രാം അല്ലെങ്കിൽ ഇത്ര മീറ്റർ ക്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു വാല്യൂ കൊടുക്കാൻ പറ്റുന്നതാണ്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തിപ്പം ക്രാക്ക് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ, ഇതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാർട്ട്സാണ് ആട്രിബ്യൂട്ട് ചാർട്ട്സ്. അതിനകത്ത് വരുന്നതാണ് P ചാർട്ട്, C ചാർട്ടൊക്കെ. ഇനി വേരിയബിൾസ് മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മെഷറബിൾ ചാർട്ട്സ്, ആ ചാർട്ട്സാണ് മെയിൻലി വരുന്നത് R ചാർട്ട്, സിഗ്മ ചാർട്ട്, X ചാർട്ട് എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് കൺട്രോൾ ചാർട്ട്സ്. ഇനി സ്റ്റെപ്സ് ടു ഡെവലപ്പ് കൺട്രോൾ ചാർട്ട്. ഇനി കൺട്രോൾ ചാർട്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് സ്റ്റെപ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രിപ്പറേഷൻ. ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂസിങ് ദ വേരിയബിൾ ഓർ ആട്രിബ്യൂട്ട്. നമുക്ക് വേണ്ട വേരിയബിൾസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്തിനെയാണോ ചെക്ക് ചെയ്യേണ്ടത് ആ സാധനങ്ങളെ നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ്, ഡിറ്റർമിൻ ദ ബേസിസ്, സൈസ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് സാമ്പിളിങ്. നമ്മൾ പറഞ്ഞു ഒരു സാമ്പിൾ എടുക്കും എന്ന് പറഞ്ഞു. ഒരു സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ സാമ്പിളിൻ്റെ സൈസ് എത്ര എണ്ണം വെച്ചിട്ടുള്ളതാണ്, അതുപോലെ എന്തിൻ്റെ ബേസിലാണ് ആ സാമ്പിൾ ചൂസ് ചെയ്തത്, അതുപോലെ ഫ്രീക്വൻസി ഓഫ് സാമ്പിളിങ്, ഇതൊക്കെ എപ്പോഴൊക്കെയാണ് സാമ്പിളിങ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നു, ഡിറ്റർമിൻ ചെയ്യുന്നു. നെക്സ്റ്റ്, സെറ്റപ്പ് ദ കൺട്രോൾ ചാർട്ട്. ഇതുവഴി നമ്മളൊരു കൺട്രോൾ ചാർട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇനി നെക്സ്റ്റ്, ഡാറ്റ കളക്ഷൻ. ഇനി ഈ ചാർട്ടിനകത്തേക്ക് നമുക്ക് വാല്യൂസൊക്കെ എൻ്റർ ചെയ്യണം അല്ലെങ്കിൽ വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഡാറ്റാസ് വേണം. അപ്പോൾ അതിന് റെക്കോർഡ് ദ ഡാറ്റ. അപ്പോൾ അവിടെ നടക്കുന്ന പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പല മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ കാൽക്കുലേറ്റ് ദ റിലവൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്
ആവറേജ്, പ്രൊപ്പോർഷൻ ആൻഡ് സോ ഓൺ. അപ്പോൾ ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിലവൻറ്റ് സ്റ്റാറ്റിക്സ്, ആവറേജ്, മീൻ, വേരിയേഷൻ ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നു, എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ പ്ലോട്ട് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ദ ചാർട്ട്. ഈ ചാർട്ട് അതിന് ശേഷം നമ്മൾ വരയ്ക്കുന്നു. നെക്സ്റ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് ട്രയൽ കൺട്രോൾ ലിമിറ്റ്സ്. ഇനി കൺട്രോൾ ലിമിറ്റ് ആദ്യം നമ്മൾ ട്രയലായിട്ട് നമ്മൾ വെക്കുന്നു, അതായത് ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കുന്നു, അതിനകത്താണ് നമ്മുടെ നോമിനൽ വാല്യൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പർ ആൻഡ് ലോവർ കൺട്രോൾ ലിമിറ്റ്സ് സെറ്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ ഷാഫ്റ്റിൻ്റെ കേസിൽ പറഞ്ഞപ്പം എന്താണ് 50.1 അപ്പർ ലിമിറ്റ്, അതേപോലെ ലോവർ ലിമിറ്റ് 49.9. അപ്പോൾ ഇതേപോലെ നമുക്ക് കൺട്രോൾ ലിമിറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. ഇൻവെസ്റ്റിഗേറ്റ് ദ ക്ലയൻറ്റ് ഫോർ ലാക്ക് ഓഫ് കൺട്രോൾ, അതുപോലെ എലിമിനേറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ പോയിൻറ്റ്സ്, റീകമ്പ്യൂട്ട് ദ കൺട്രോൾ ലിമിറ്റ്സ് ഇഫ് നെസസറി. ഇനി ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ എന്താണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. ഈ ഗ്രാഫ് നമ്മൾ വരച്ചു, അതുപോലെ കൺട്രോൾ ലിമിറ്റ്സ് സെറ്റ് ചെയ്തു. ഇതിന് ശേഷം എന്താണ് ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ്, ഇതിൻ്റെ ഈ പ്രോസസ്സിൻ്റെ അനാലിസിസ് അതേപോലെ ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ നടത്തുന്നു. ഇനി ലാസ്റ്റ്, യൂസ് ആസ് എ പ്രോബ്ലം സോൾവിങ് ടൂൾ. ഇനി ഇറ്റ് ഐഡൻറ്റിഫൈസ് ഔട്ട് ഓഫ് കൺട്രോൾ സിറ്റുവേഷൻസ് ആൻഡ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു 2 ലിമിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലിമിറ്റ്സിന് ക്രോസ് ചെയ്യുന്ന പോയിൻ്റൊക്കെ എന്താണ് ഔട്ട് ഓഫ് കൺട്രോൾ സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്നത്, അതിനുശേഷം അതിനു വേണ്ടിയുള്ള കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ എടുക്കുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സ്റ്റെപ്സ്. ഇതാണ് അതിൻ്റെ ഒരു വേരിയബിൾ ചാർട്ടും ആട്രിബ്യൂട്ട് ചാർട്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, കോസ്റ്റ് ഓഫ് കളക്ടിങ് ദ ഡേറ്റ ഈസ് മോർ ഫോർ എന്താണ് വേരിയബിൾ ചാർട്ട്. ആട്രിബ്യൂട്ട് ചാർട്ടിനാണെങ്കിൽ ലെസ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരു യെസ് ഓർ നോ പോലെ ഉള്ള കേസേ വരുന്നുള്ളൂ, മറ്റേതിനകത്താണെങ്കിൽ ഓരോന്നിനെയും മെഷർ ചെയ്യണം. ഇനി വേരിയബിൾ ചാർട്ടിനകത്താണെങ്കിൽ ഇറ്റ്സ് സൂട്ടബിൾ ഫോർ ക്രിട്ടിക്കൽ ഡയമെൻഷൻസ്. ഫോർ ആട്രിബ്യൂട്ട് ചാർട്ടിനാണെങ്കിൽ അതാണ് ഇൻസ്പെക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് എ വ്യൂ ഓഫ് ക്ലാസിഫൈങ് ദ ആർട്ടിക്കിൾ ആസ് അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്. അതായത് വേരിയബിൾ ചാർട്ടിലാണെങ്കിൽ എന്താണ് ഒരു ഡയമെൻഷനാണ്, ഇപ്പോൾ ഹൈറ്റ്, വെയിറ്റ് ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആട്രിബ്യൂട്ടിലാണെങ്കിൽ ജസ്റ്റ് അത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ, ക്രാക്ക് ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ക്രാക്ക് ഇല്ലെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ രീതിയിലുള്ള കേസാണ് വരുന്നത്. ഇനി വേരിയബിൾ ചാർട്ടിൽ സാമ്പിൾ സൈസ് ഇസ് ജനറലി ലെസ്. ചെറിയ സാമ്പിളായിട്ടാണ് നമ്മൾ എടുക്കുക. ആട്രിബ്യൂട്ടിലാണെങ്കിൽ വലിയ സാമ്പിളായിരിക്കും എടുക്കുക. ഇനി അതേപോലെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ വേരിയബിൾ ചാർട്ടിൽ, മിനിമം യൂട്ടിലൈസേഷനാണ് ആട്രിബ്യൂട്ട് ചാർട്ടിൽ. ഇനി അതുപോലെ നോട്ട് ഈസിലി അണ്ടർസ്റ്റുഡ്. വേരിയബിൾ ചാർട്ട് കുറച്ച് പാടാണ്, അതേസമയം ആട്രിബ്യൂട്ട് ചാർട്ടാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് എന്താണ് എക്സ് ചാർട്ട്, ആർ ചാർട്ട് എക്സെട്ര ഫോർ വേരിയബിൾ ചാർട്ട്. അതേപോലെ ആട്രിബ്യൂട്ട് ചാർട്ടിൽ വരുന്നതാണ് പി ചാർട്ട്, സി ചാർട്ട്. Acceptance sampling, it mainly uses the statistical sampling to determine whether to accept or reject a production lot of material. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വേറൊന്നുമില്ല, സാമ്പിളിംഗ് പ്രൊസീജിയർ തന്നെയാണ്. അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നു. അതിനാണ് നമ്മൾ അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് കുറച്ച് സാമ്പിളിംഗ് പ്ലാൻസ് ഉണ്ടാവും. അപ്പോൾ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാൻ ഫോർ acceptance sampling that precisely specifies the parameter of sampling process and acceptance or rejection criteria. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന 4 കാര്യങ്ങളാണ്. ഒന്ന്, സൈസ് ഓഫ് ദ ലോട്ട്. ടോട്ടൽ സൈസ് എത്രയാണ്, ടോട്ടൽ എത്ര പ്രോഡക്റ്റാണുള്ളത്. ഇപ്പോൾ ഒരു 1,00,000 എണ്ണം ഉണ്ടാവും, അതിൽ നിന്നായിരിക്കും നമ്മളൊരു 100 എണ്ണം എടുത്ത് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 1,00,000 എന്നുള്ളത് ക്യാപിറ്റൽ N, അതാണ് സൈസ് ഓഫ് ദ ലോട്ട്. ഇനി അതിനകത്ത് നിന്ന് ഒരു 100 എണ്ണമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതാണ് സാമ്പിൾ സൈസ്, സ്മോൾ n, സൈസ് ഓഫ് ദ സാമ്പിൾ ഇൻസ്പെക്റ്റഡ്. ഇനിയിപ്പോൾ ഈ 100 എണ്ണം എടുക്കുന്നതിൽ ഒരു 10 എണ്ണം വരെ ഫെയിലായാലും കുഴപ്പമില്ല, ഡിഫക്റ്റീവ് ആണെങ്കിലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. 10 കൂടുതലാണെങ്കിലും 11 എണ്ണമാണ് കാണിക്കുന്നതെങ്കിൽ നമ്മളത് റിജക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നമ്പർ ഓഫ് ഡിഫക്ട്സ്, അതാണ് സ്മോൾ സി എന്ന് പറഞ്ഞിരിക്കുന്നത്.
അതായത് നമ്പർ ഓഫ് ഡിഫക്ട്സ് എബോവ് വിച്ച് ലോട്ട് ഈസ് റിജക്റ്റഡ് ഓർ അക്സെപ്റ്റഡ് നമ്പർ. ഇനി അതേപോലെ നമ്പർ ഓഫ് സാമ്പിൾസ് ദാറ്റ് വിൽ ബി ടേക്കൺ. ഇങ്ങനെ സാമ്പിൾസ് നമ്മളൊരു 3-4 തവണ എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് സാമ്പിൾസ് ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്.